പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, സാർ +2 പരീക്ഷയ്ക്ക് ഇനിയെങ്കിലും നന്നായിട്ട് പഠിച്ചു തുടങ്ങിയാൽ നല്ലൊരു മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ? നല്ലൊരു മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഒരു 95% മാത്രമേ ഉള്ളൂ നല്ല മാർക്ക്. വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ? സിമ്പിളായിട്ട് ഉത്തരം വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ? ഒരു ബുദ്ധിമുട്ടില്ല. ഇതിന് വെറുതെ പറയുന്നതല്ല, കാരണങ്ങളുണ്ട്. ഫസ്റ്റ് കാരണം എന്താണ്, നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഒന്നല്ല എഴുതുന്നു. നിങ്ങൾ നാളെ എന്നോട് ചോദിക്കുകയാണ്, സാർ നീറ്റിന് അല്ല ജെഇക്ക് എനിക്ക് ഇത്ര റാങ്ക് വാങ്ങാൻ പറ്റുമോ? 1000 റാങ്ക് വാങ്ങാൻ പറ്റുമോ? 2000 റാങ്ക് വാങ്ങാൻ പറ്റുമോ? ഇല്ല, നിർബന്ധമില്ല. കാരണം ആ 2000 റാങ്ക് 2000 പേർക്ക് കിട്ടുള്ളൂ. അതിൽ നിങ്ങൾ ഉണ്ടാവണം ഒരു നിർബന്ധമില്ല. അത് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ +2 പരീക്ഷ അതല്ല. നിങ്ങളുടെ +2 പരീക്ഷയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണം. വാങ്ങാൻ പറ്റുമോ? ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് വാങ്ങാൻ പറ്റും. കാരണം ഫുൾ മാർക്ക് ഇത്രയും പേർക്കേ വാങ്ങാൻ പാടുള്ളൂ എന്നുള്ള റൂളൊന്നുമില്ല. അത് 1000 പേരാവും, 2000 പേരാവും, 3000 പേരാവും. അത് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ എങ്ങനെയാണ് ഉത്തരം കൊടുത്തത്. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ കുറേ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും, 98% കിട്ടും, 99 വാങ്ങാം, എന്ത് വേണേൽ വാങ്ങാം. അപ്പം അത് ലിമിറ്റഡ് അല്ല എന്നുള്ള കാര്യം ഫസ്റ്റ് മനസ്സിലാക്കി. അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. വളരെ സിമ്പിളായി റീസണബിൾ ആയിട്ടുള്ള കാര്യമാണ്. ശരിയല്ലേ? രണ്ടാമത്തെ കാര്യം, സാർ ഇതൊക്കെ കൊള്ളാം, എല്ലാവർക്കും വാങ്ങാൻ പറ്റും, പക്ഷേ എനിക്ക് വാങ്ങാൻ പറ്റും. നിങ്ങൾ എഴുതുന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ്, ഭയങ്കര വലിയൊരു എക്സാം ഒന്നുമല്ല. KVPY പോലത്തെയോ അല്ലെങ്കിൽ JEE മെയിനോ അഡ്വാൻസ് പോലത്തെ വലിയ പരീക്ഷയൊന്നുമല്ല. നിങ്ങളൊരു +2 പബ്ലിക് എക്സാം, കേരള സ്റ്റേറ്റ് നടത്തുന്ന +2 പബ്ലിക് എക്സാമാണ്. അതിനൊരു മോഡറേറ്റ് ഡിഫിക്കൽട്ടി ഉണ്ട്. ഓക്കെ, ഭയങ്കര ടഫും അല്ല, ഭയങ്കര ഈസിയും അല്ല, മോഡറേറ്റ് ഡിഫിക്കൽട്ടി ഉണ്ട്. മോഡറേറ്റ് ഡിഫിക്കൽട്ടിയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഫുൾ മാർക്ക് വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ, പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ, വെറുതെ അവിടെ പോയിരുന്നാണ് ഒന്ന് ഇങ്ങനെ വെച്ചാൽ, എഴുതി വെച്ചാൽ പരിപാടി തീർന്നു. ഇത്രയേ ഉള്ളൂ. കുറേ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മോഡൽ എക്സാം, പ്രത്യേകിച്ച് ഈ വർഷം മോഡൽ എക്സാമിൻ്റെ പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഫൈനൽ എക്സാംസും വീണ്ടും എന്താണ്, സിമ്പിൾ അല്ലെങ്കിൽ ഈസി ടു മോഡറേറ്റ് ആവാനാണ് ചാൻസ്. അതിൽ കൂടുതൽ ടഫ് ആക്കില്ല. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, അത്യാവശ്യം വൃത്തിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും, നല്ല മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഇനി ആകെയുള്ള ചോദ്യം നിങ്ങൾക്ക് അത് വേണമെന്നാണ്. ഓക്കെ, കാരണം ഓരോ എക്സാമിന് മുൻപും ഈ എക്സാമിനറിൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു തരും. നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്ന് ലൈവ് ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ആ ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ വന്നിരിക്കണം. ഇനി വന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് വന്നിരിക്കണം എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അവിടെയാണ് കളി മാറാൻ പോകുന്നത്. നിങ്ങൾക്ക് ശരിക്കും +2 നല്ല മാർക്ക് വേണോ? അത് നിങ്ങൾ സ്വയം ചോദിച്ചു വെക്കുക. ഇനി എന്തിനാണ് വേണ്ടത്? നിങ്ങൾക്ക് അതിൻ്റെ കാരണം അറിയില്ലെങ്കിൽ, സാർ വേണമെന്ന് എനിക്ക് അറിയില്ല, കാരണം കിട്ടിയിട്ടുള്ള കാര്യം അതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാം. +2 നിങ്ങളുടെ മാർക്ക് നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ മോശമായിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കും കിട്ടുക. അത്ര സിമ്പിളായിട്ടില്ലേ? ടീച്ചേഴ്സ് മോശമായിരിക്കും, ഇൻഫ്രാസ്ട്രക്ചർ മോശമായിരിക്കും, കോളേജ് പൊതുവേ മോശമായിരിക്കും. പിന്നെ പൊതുവേ എന്താണ്, നല്ല കോളേജിൽ നിന്ന് പഠിച്ചില്ല നല്ലൊരു ജോലി ഉണ്ടാവില്ല, നല്ല കരിയർ ഉണ്ടാവില്ല, വളരെ മോശമായിട്ട് തന്നെ. ഇതാണ് റിയാലിറ്റി. ഓക്കെ, ഇതാണ് റിയാലിറ്റി. ഇത് തന്നെയാണ് റിയാലിറ്റി. ഇപ്പോൾ നല്ലൊരു കോളേജിൽ കിട്ടിയ സാർ എന്താണ് ലൈഫ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? വളരെ സിമ്പിളാണ്. നല്ലൊരു കോളേജ് കിട്ടിയാൽ നിങ്ങൾക്ക് നല്ല ടീച്ചേഴ്സ് കിട്ടും, നല്ല ഫ്രണ്ട്സ് കിട്ടും, അങ്ങനത്തെ ഫ്രണ്ട്സ് കിട്ടും, ആ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും, നിങ്ങൾക്ക് കരിയറും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ നന്നായിട്ട് പോകും. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നല്ല കോളേജ് കിട്ടാൻ എന്ത് വേണ്ടി വരും? നല്ല മാർക്ക് വേണം. അൺലെസ് നിങ്ങൾ നീറ്റിനും അങ്ങനത്തെ വേറെ എക്സാമിനൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കോളേജ് കിട്ടാൻ, ഇൻക്ലൂഡിങ് കീം എക്സാം, നിങ്ങൾ നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ കേരളത്തിൽ കിട്ടാൻ നിങ്ങൾക്ക് എന്താണ് +2 നല്ല മാർക്ക് വേണം. അറിയാലോ, കീമിനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ +2 മാർക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മാർക്ക് തന്നെ വേണം, വേറെ ഒരു വഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് എന്താണ് സെറ്റാക്കണമെങ്കിൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ സെറ്റാക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വേണം. പിന്നീട് എന്താണ് കുറേ കാര്യങ്ങൾ വരും, അത് വേറെ കാര്യങ്ങൾ. പക്ഷേ നല്ല കോളേജ് കയറണമെങ്കിൽ നല്ല മാർക്ക് തന്നെയാണ്, വേറെ ഒരു വഴിയില്ല. അത് മാത്രമല്ല, പിന്നീടും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും നിങ്ങളുടെ ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ +2 മാർക്സ് നോക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എക്സാമിനറിൽ തന്നെ കുറേ പേര് അപ്ലൈ ചെയ്യുന്നുണ്ട് ഓരോ പോസ്റ്റിനും. നമ്മൾ എന്താണ് ആദ്യം നോക്കുക? നിങ്ങളുടെ +2 മാർക്സാണ്. ഓക്കെ, ആ +2 മാർക്സ് നമുക്ക് ഐഡിയ കിട്ടും ഈ കുട്ടി വർക്ക് ചെയ്യുന്ന ആളാണോ. പഠിപ്പും ഫിസിക്സും കെമിസ്ട്രി മാത്സും അറിയുന്നതല്ല നമുക്ക് അറിയേണ്ടത്, അയാൾ വർക്ക് ചെയ്യാൻ റെഡിയുള്ള ആളാണ്. അത് ആൾക്കാർ ജഡ്ജ് എങ്ങനെയാണ്? +2 മാർക്സ് വെച്ചിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് റിയാലിറ്റി. അപ്പം +2 മാർക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആരും നിങ്ങളോട് പറയുന്നു ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ വെറുതെ ആണെന്ന് പറയുന്നവർ മണ്ടന്മാരാണ്, അവർക്ക് അറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവർക്ക് നല്ലത് വേണ്ട, അതാണ് അതിൻ്റെ അർത്ഥം. ഏതിലൊന്നാണ്, അത്രയുള്ളൂ, സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, ഇനി അത് വേർത്താണോ സാർ? ഇനിയുള്ള കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ട്, അത് കഷ്ടപ്പെട്ട് സാറൊക്കെ ഞാൻ വേസ്റ്റായി പോവില്ലേ, മാർക്കൊക്കെ കിട്ടും പക്ഷെ ഭയങ്കര കഷ്ടപ്പെടാല്ലേ എന്നുള്ള ഒരു മൈൻഡ് സെറ്റുള്ള കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഉത്തരത്തരേ ഉള്ളൂ. നോക്കുക, നിങ്ങൾ എത്ര ദിവസം കഷ്ടപ്പെടണം? നിങ്ങൾ 25 ദിവസം കഷ്ടപ്പെട്ടാൽ പോരെ, ഒരു വർഷമൊന്നും കഷ്ടപ്പെടണ്ടല്ലോ. ഓക്കെ, കുറേ പേരൊക്കെ ഓരോ പരീക്ഷയൊക്കെ എഴുതിയെടുക്കുക വർഷങ്ങളോളം കഷ്ടപ്പെട്ട IAS പരീക്ഷയ്ക്കാണ് 4-5 വർഷം കഷ്ടപ്പെട്ടിട്ടാണ്. നിങ്ങൾക്ക് ഒരു 25 ദിവസം കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഫുൾ A+ അല്ല, ഫുൾ മാർക്ക് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിർബന്ധമില്ല, ചിലപ്പോൾ ചിലവർക്ക് 95%, 96%, പക്ഷെ അത് കിട്ടും, അതെല്ലാവരും കിട്ടും. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷേ ഈ 25 ഡേയ്സ് നിങ്ങൾ വർക്ക് ചെയ്യണം. 25 ഡേയ്സ് നിങ്ങൾക്ക് ഉഴപ്പാനേ പറ്റില്ല.
25 days ഇതിന് വേണ്ടി നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം, ഇതിന് വേണ്ടി മാറ്റി വെക്കണം. ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ 95% ആണ് നിങ്ങളുടെ ടാർഗറ്റ്, 96% ആണ്, 98 ആണ്, 99 ആണെങ്കിൽ അത് ടാർഗറ്റ് ആക്കി അതിന് വേണ്ടി മാത്രം മാറ്റി വെക്കണം. വേറെ ഒരു പരിപാടി നമുക്കില്ല. ഇൻസ്റ്റാഗ്രാം പറ്റില്ല, ഫേസ്ബുക്ക് പറ്റില്ല, ഗെയിംസ് പറ്റില്ല, ഒന്നും പറ്റില്ല. പക്ഷേ ആ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് സാർ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് മാർക്ക് കിട്ടിയൊരു കാര്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളിതൊന്നും ചെയ്തില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തില്ല. നിങ്ങൾ എന്താണ് ഈ 25 days നിങ്ങൾക്ക് എന്താണ് കുഴപ്പമില്ല, പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നു, എന്തൊക്കെയൊക്കെ ലൈവ് ക്ലാസ്സൊക്കെ കാണുന്നു, ബാക്കിയുള്ള സമയം എന്തെങ്കിലും ചെയ്യുന്നത് അത്രയ്ക്ക് മതി എന്നാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതും. നിങ്ങൾ അടിപൊളി അല്ലാണ്ട് പരീക്ഷ എഴുതും. നിങ്ങൾ പരീക്ഷയൊക്കെ എഴുതി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇത് പക്ഷേ ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളായിരുന്നു, ഇതും കൂടി പഠിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് 95% കിട്ടുമായിരുന്നല്ലോ നിങ്ങൾ ആലോചിച്ചു. അല്ലെങ്കിൽ ആ ബയോളജിയിൽ ആ ഡയഗ്രാം കൂടി പഠിച്ചാൽ മതിയിരുന്നു, ഒരു 6 മാർക്കും കൂടി കിട്ടിയിട്ട് 89 എനിക്ക് എന്താ പറ്റുമായിരുന്നു, 96% അല്ലെങ്കിൽ 95% ആവാൻ പറ്റുമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കും. എത്ര വലിയ തഗ്ഗായിരിക്കും, നിങ്ങൾ ഭയങ്കര തഗ്ഗായിരിക്കും. ഇപ്പോൾ അത് വേണ്ട, മാർക്കൊന്നും വേണ്ട, പക്ഷേ പരീക്ഷ കഴിയുമ്പോഴാണ് നിങ്ങൾ ആലോചിച്ച് കൊടുക്കുക. ഇതെല്ലാ വർഷവും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം ആ സമയത്ത് പിന്നെ ആലോചിച്ചിരുന്ന കാര്യമുണ്ട്, ഒരു കാര്യമില്ല. പഠിക്കായിരുന്നു, കുറച്ച് 2 ദിവസം കൂടി എക്സ്ട്രാ പഠിച്ചിരുന്നെങ്കിൽ നല്ല മാർക്ക് കിട്ടായിരുന്നു, ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇതാണ് റിയാലിറ്റി സംഭവിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലേ, കോളേജിൽ കയറാൻ വലിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. എത്ര ദിവസം ഗ്യാപ്പ് വരുന്നുണ്ടോ? ഏതാണ്ട് ഒരു 100 ദിവസം ഗ്യാപ്പെങ്കിലും വരുന്നത്, ഒരു 3-3.5 മാസമോ 4 മാസമോ ചിലപ്പോൾ 5 മാസമോ എടുക്കും നിങ്ങളുടെ കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ ആ റിഗ്രറ്റ് വെച്ച് ഇരിക്കേണ്ടി വരും. അയ്യോ കുറച്ചും കൂടി പഠിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി മാർക്ക് കിട്ടിയത്, കുറച്ചുകൂടി മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ 1% കയറിയും കോളേജ് അഡ്മിഷൻ പോവാം. 1% ശരിക്കും റിയാലിറ്റി പറയാം അല്ലെ, 0.4% വരെ. ഞാൻ പഠിച്ച സെൻറ്റ് സേവിയേഴ്സ് കോളേജ് മുംബൈയിൽ 0.4% വരെ അഡ്മിഷൻ പോയവരുണ്ട്. എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ആ 100 ദിവസം അത് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ 25 ദിവസമല്ലേ ഉള്ളൂ, 25 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ദിവസം സിൻസിയറായിട്ട് വർക്ക് ചെയ്യാം. നിങ്ങൾ 10 മണിക്കൂർ പഠിക്കണോ 12 മണിക്കൂർ പഠിക്കണോ അതെനിക്കറിയില്ല, നിങ്ങൾക്ക് പറ്റുന്ന എത്രയാണോ പഠിക്കുക. നിങ്ങൾക്ക് 10 മണിക്കൂർ പഠിക്കണമെങ്കിൽ 10 മണിക്കൂർ തന്നെ പഠിക്കണം. നിങ്ങൾക്ക് അത്രയും പുഷ് ചെയ്യാൻ പറ്റണം, അത്ര തന്നെ പുഷ് ചെയ്യണം. നിങ്ങൾക്ക് 8 മണിക്കൂറേ പറ്റുള്ളൂ, 8 മണിക്കൂർ പഠിച്ചിരിക്കണം, എല്ലാ ദിവസവും പഠിച്ചിരിക്കണം. സാക്രിഫൈസ് ചെയ്യുക ബാക്കിയുള്ള എല്ലാ കാര്യവും, ഭക്ഷണവും കാര്യങ്ങളൊന്നുമല്ല, ബാക്കിയുള്ള കളിയും എൻ്റർടൈൻമെൻറ്റും ഒക്കെ സാക്രിഫൈസ് ചെയ്ത് പഠിക്കുക. 8 മണിക്കൂർ എല്ലാ ദിവസവും പഠിക്കുന്നു. ഓക്കെ, നിങ്ങൾ അങ്ങനെയാണ് പഠിക്കുന്നത്, അങ്ങനെ പഠിക്കുന്നു. ഓക്കെ, എക്സാമിൻ്റെ സമയത്ത് എക്സാമിന് തലേ ദിവസമാണെങ്കിൽ 10 മണിക്കൂർ പഠിക്കും. പഠിച്ചിട്ട് നിങ്ങൾ പരീക്ഷ എഴുതി നോക്ക്. നിങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞ് നിങ്ങളുടെ ഫീലിംഗ് എന്തായിരിക്കുന്നു? അതായത് മാർക്കിൻ്റെ കാര്യമായിട്ട് നിങ്ങളുടെ ഫീലിംഗ് എന്തായിരിക്കും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും അറിയോ? സാർ എനിക്ക് ഞാൻ പറ്റിയ മാക്സിമം ചെയ്തു. നിങ്ങളുടെ പേരൻസിനോട് ധൈര്യം പറയാം, എനിക്ക് പറ്റിയത് ഞാൻ മാക്സിമം ചെയ്തു, ഇതിൽ കൂടുതൽ എനിക്ക് പറ്റില്ലായിരുന്നു. എന്ത് സമാധാനം ഉണ്ടാകും ആലോചിച്ച് നോക്കി. 29 ദിവസം കഴിഞ്ഞിട്ട് 25 ദിവസം കഴിഞ്ഞിട്ട് 100 ദിവസം എന്ത് സമാധാനം ഉണ്ടാകും ആലോചിച്ച് നോക്കി. എനിക്ക് പറ്റുന്ന ഞാൻ മാക്സിമം ചെയ്തു, ഇതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു, എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടില്ലായിരുന്നു. എനിക്ക് 96% കിട്ടിയെന്ന് വിചാരിക്കുക, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. എനിക്ക് അതിൽ കൂടുതൽ വാങ്ങാൻ പറ്റില്ല. ഹാപ്പി അല്ലേ? പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്താലും സർക്കസ് കളിച്ചാലും പറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ അത് ചെയ്തു, ഞാൻ അത്രയും വാങ്ങിച്ചു. എനിക്ക് മിക്ക സമയത്തും 96 നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്ത ആളാണെങ്കിൽ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 98% മുകളിലെ മാർക്ക് കിട്ടുള്ളൂ, നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്ത ആളാണെങ്കിൽ. അതാണ് റിയാലിറ്റി. ഇതൊക്കെയാണ് കാര്യങ്ങൾ, റിയാലിറ്റിയിൽ പറയാണ്. അപ്പം ആ സമയത്ത് സമാധാനമായിട്ടിരിക്കാം, ഒരു പേടിയും വേണ്ട. നിങ്ങൾ സ്വയം പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ, ഒരു ഗിൽറ്റി വേണ്ട, ഒന്നും വേണ്ട. ഫുൾ എൻജോയ് ചെയ്യുക, ഫുൾ ഓൺ എൻ്റർടൈൻമെൻറ്റ് ആക്കുക അല്ലേ. ഒരു നഷ്ടബോധമോ കുറ്റബോധമോ ഒന്നും ഉണ്ടാവില്ല. അപ്പം നല്ല മാർക്കിൻ്റെ കാര്യം മാറ്റി വെക്കും, അത് വന്നോളും. അറ്റ്ലീസ്റ്റ് ഈ 100 ദിവസം സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടിയെങ്കിലും പഠിക്കാൻ തീരുമാനിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ അവസാനം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഈ 25 ദിവസമാണോ നിങ്ങൾക്ക് സമാധാനം വേണ്ടത്, അല്ലെങ്കിൽ 100 ദിവസമാണോ സമാധാനം വേണ്ടത്? നിങ്ങളുടെ ചോയ്സ് ആയിരിക്കും. ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ ചൂസ് ചെയ്യും. എന്തായാലും നിങ്ങൾ എന്നെ അറിയിക്കുക, കമൻസിൽ കൊടുക്കുക, നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത്. 25 ആണോ നിങ്ങൾ ചൂസ് ചെയ്ത്, 100 ആണോ ചൂസ് ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾ എന്നെ അറിയിക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക. എന്നിട്ട് അറിയിക്കുക മാത്രമല്ല, അത് കമ്മിറ്റ് ചെയ്താൽ ഒരു സംശയമില്ല. ഈ താഴത്തെ ആണ് നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നെങ്കിൽ 100 ദിവസം സമാധാനം നിങ്ങൾക്ക് വേണ്ടത്, ഇവിടെ സമാധാനക്കേടുമാണ് വേണ്ടെങ്കിൽ ഒരു സംശയമില്ല. പരീക്ഷ റിസൾട്ട് വരുമ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് ഈ കമൻറ്റ് ബോക്സിൽ വീണ്ടും വരും, താങ്ക് യു സാർ എന്ന് പറയും. അപ്പോൾ പറഞ്ഞാൽ മതി, ഇപ്പോൾ പറയണം. ഓക്കെ, ശരി. അപ്പോൾ ബൈ ടേക്ക് കെയർ. അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. ഇനി സമയമുണ്ട്, നമുക്ക് അറിയാലോ, ഇനി സമയമുണ്ട്. നിങ്ങൾ യൂസ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ബൈ ടേക്ക് കെയർ.